നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. അപ്പോൾ സ്കാൽപ്പിംഗ് എന്താണ്? അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്കാൽപ്പിംഗ് മനസ്സിലാക്കാനും അതിലുപരി സ്കാൽപ്പിംഗ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയുന്നു. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ. കാരണം സ്കാൽപ്പിംഗ് എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. കാരണം അത്രയും ക്വിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതായതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ മാർക്കറ്റിൽ വന്നിട്ട് കുറേ നാളായി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു സ്കില്ലും സ്പീഡും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ സ്ട്രാറ്റജിയിൽ നമ്മൾ 3 ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. 2 ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ ആണ്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്യുന്നു. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ കഴിയുന്നതല്ല. ഞാനിപ്പോൾ ട്രേഡിംഗ് വ്യൂ ആക്സസ് ചെയ്തിരിക്കുന്നത് ധന്നിൻ്റെ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. നിങ്ങൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇനി നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു മൂവിങ് ആവറേജ്, എക്സ്പൊണൻഷ്യൽ. സോ മൂവിങ് ആവറേജ്, എക്സ്പൊണൻഷ്യലിൽ നിന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അത് 2 തവണ നിങ്ങൾ ആഡ് ചെയ്യണം. സോ ഒരു തവണ വന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു തവണയും കൂടെ നമ്മൾ ചെയ്യുന്നു. സോ ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റണം. നമ്മൾ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക. ആദ്യത്തെ മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യലിൻ്റെ സെറ്റിങ്സ് ലെങ്ത് നിങ്ങൾ 50 ആയിട്ട് കൊടുക്കുക. ഓക്കെ, എത്രയാണ്? 9 ചേഞ്ച് ചെയ്തിട്ട് 50 ആയിട്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് തിക്നെസ് ജസ്റ്റ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ തിക്നെസ് കൂട്ടാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് തിക്നെസ് ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മൂവിങ് ആവറേജ് നമ്മൾ സെലക്ട് ചെയ്യുക. സെറ്റിങ്സിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ഈ 9 ലെങ്ത് മാറ്റിയിട്ട് 100 കൊടുക്കുക. അവിടെ കളറ് ഞാൻ റെഡ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. തിക്നെസ്സും ജസ്റ്റ് ഒന്ന് കൂട്ടുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് തിക്നെസ് കൂട്ടുന്നത്. നമുക്ക് മൂന്നാമത് ഒരു ഇൻഡിക്കേറ്റർ കൂടി ആവശ്യമുണ്ട്. ഏതാണ് ഇൻഡിക്കേറ്റർ? സ്റ്റൊക്കാസ്റ്റിക്. സ്റ്റൊക്കാസ്റ്റിക് എന്ന് ടൈപ്പ് ചെയ്യുക. CH ആണ്. സോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ആ സെറ്റിങ്സ് താഴെയാണ് വരിക. സോ അതിൻ്റെ സെറ്റിങ്സിൽ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഇൻപുട്ടിൽ 5 3 ലാസ്റ്റ് ബോക്സിൽ 3 തന്നെ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഈ സ്റ്റൊക്കാസ്റ്റിക് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്താണ്? 20ക്കും 80ക്കും, അതായത് ഈ കാണുന്ന 20, ഈ കാണുന്ന 80ക്ക് ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സോ ആ റേഞ്ച് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ 3 ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു 3 ഇൻഡിക്കേറ്ററിൻ്റെ ബേസിലാണ് നമ്മൾ കോള് ബൈ ചെയ്യണോ പുട്ട് ബൈ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മളുടെ ട്രേഡുകൾ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ ആണ് ബൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ ഈ കാണുന്ന 50 EMA ലൈൻ, അതായത് ഈ ഗ്രീൻ ലൈൻ 50 EMA ലൈൻ 100 EMA ലൈനിൻ്റെ മുകളിലായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷനാണ്. അതായത് നമ്മളുടെ ഈ ഒരു 50 EMA ലൈൻ 100 EMA ലൈനിൻ്റെ മുകളിലായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോൾ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് കണ്ടീഷനാണ്. ഇനി
ആ ഒരു 100 EMAയുടെ മുകളിൽ 50 EMAയുടെ ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കേറി എന്താണ് പറയുക, കോൾ എടുക്കുകയാണോ? ഒരിക്കലും അല്ല. അതിന് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഈ ഒരു 100 EMAയുടെ മുകളിൽ തന്നെയാണ് ഈ 50 EMAയുടെ ലൈൻ നിൽക്കുന്നത് അല്ലേ? സോ അപ്പം നമ്മൾ എപ്പോഴും പോയി കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണോ? അല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണത്? നമ്മൾ ജസ്റ്റ് താഴെ നമ്മളുടെ മൂന്നാമത്തെ ഇൻഡിക്കേറ്ററിലേക്ക് വരിക. ആ ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഒരു കാര്യം നോക്കുക. ഈ ഒരു ഗ്രീൻ ലൈൻ, ഈ ഒരു റെഡ് ലൈനെ ഈ ഒരു 20 റേഞ്ചിനടുത്ത് വെച്ച് ക്രോസ് ചെയ്ത് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളുടെ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മളുടെ 50 EMA ലൈൻ 100 EMA ലൈനിൻ്റെ മുകളിലായിരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ എന്താണ് നോക്കേണ്ടത്? സ്റ്റോക്കാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ മൂന്നാമത്തെ ഇൻഡിക്കേറ്ററിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 20 റേഞ്ചിനടുത്ത് ഈ കാണുന്ന ഗ്രീൻ ലൈൻ റെഡ് ലൈനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഗ്രീൻ ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പറയുന്നത്, രണ്ടാമത്തെ കണ്ടീഷനും ഇവിടെ ഓക്കെയാണ്. എന്താണ്? നമ്മളുടെ 50 EMA ലൈൻ 100 EMA ലൈനിൻ്റെ മുകളിലാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ കഴിയുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്ന് കരുതുക. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെന്ന് കരുതുക. സോ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ എന്താണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരിക്കും സ്റ്റോപ്പ് ലോസ് അല്ലേ? ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, സോ നമ്മളുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തുകൊണ്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുക, ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇതെവിടെ വെച്ച് തിരിച്ച് എന്താണ് പറയുക, ഈ ഒരു ലൈനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരുന്നു, ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതിനേക്കാൾ ബെറ്റർ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു കംഫർട്ടായിട്ടുള്ള റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. കാരണം ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. സോ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ആണെങ്കിലും ക്വിക്കായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. സോ കോൾ ഓപ്ഷൻ്റെ കാര്യം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇനിയും പുട്ട് ഓപ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ കോൾ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളുടെ 100 EMA ലൈനിൻ്റെ മുകളിലായിരിക്കണം 50 EMA ലൈൻ എന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ 100 EMA ലൈൻ, അതായത് 100 മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യലിൻ്റെ ലൈൻ വരുന്നത് 50 EMA ലൈനിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിയേ, കറക്റ്റ് അല്ലേ? നമ്മളുടെ 100 EMA ലൈൻ എന്ന് പറയുന്നത്, അതായത് ഈ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻ 50 EMA ലൈനിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മളുടെ ഒന്നാമത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇനി നമ്മൾ നോക്കേണ്ടത് നേരെ നമ്മളുടെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കുക. അവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഈ ഒരു ഗ്രീൻ ലൈൻ 80 റേഞ്ചിന് അടുത്ത് വെച്ച്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 റേഞ്ചിനും 80ക്കും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. സോ 80 റേഞ്ചിന് അടുത്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേലേക്ക് ഈ ഗ്രീൻ ലൈൻ, ഈ റെഡ് ലൈനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് എന്താണ് പറയുക, ഈ ഒരു സ്റ്റൊക്കാസ്റ്റിക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഗ്രീൻ ലൈൻ 80 റേഞ്ചിന് അടുത്ത് വെച്ചിട്ട് ഈ ഒരു റെഡ് ലൈനെ മുകളിൽ നിന്ന് താഴേക്ക് ക്രോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ ഒരു പുട്ട് ഓപ്ഷൻ്റെ എൻട്രി നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, 100 EMA ലൈൻ
മുകളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈൻ റെഡ് ലൈനിനെ 80 റേഞ്ചിന് അടുത്ത് വെച്ചിട്ട് താഴേക്ക് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ കഴിയുന്നതാണ്. സോ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു നല്ല പ്രോഫിറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഓസിലേറ്റർ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ 2 പോയിന്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ചെയ്യാതെ ഇരിക്കുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് മാത്രം സ്കാൽപ്പിംഗ് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.